ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ സിവിൽ ഐ ഡിയിലെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പാസിയിലേക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കൽ എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. ഞാൻ സഹൽ ആപ്ലിക്കേഷനിലും അതുപോലെ തന്നെ മെറ്റാ പോർട്ടലിലും രണ്ടിലും ഇത് ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇത് അറിയാമായിരിക്കും, എന്നാലും അറിയാത്ത ആളുകൾക്ക് ഇതൊരു ഉപകാരമാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ. അപ്പോൾ അറിയാത്ത ആളുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സിവിൽ ഐ ഡിയുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് എങ്ങനെ പാസിയിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് എടുക്കുക എന്നുള്ളത് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അതിനായി ഞാനിവിടെ സഹൽ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. സഹൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് രണ്ടാമത്തെ ഓപ്ഷനായ മവാഇദ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഹജസുൽ മൗഇദ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പാസിയുടെ ആ ഒരു എംബ്ലം കാണാൻ സാധിക്കും. നമ്മൾ സിവിൽ ഐ ഡിയുടെ മുകളിലൊക്കെ ഉള്ള ഒരു എംബ്ലം ഉണ്ടല്ലോ, ആ ഒരു എംബ്ലം കാണും. ഹൈഅത്തുൽ അമൽ മാലൂമാത്തുൽ മദീന എന്ന് പറഞ്ഞിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ 1 2 3 4 നാലാമത്തെ ഓപ്ഷനായ ഖിദ്മത്തുൽ അഫ്റാദ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ട് വരിക. താഴോട്ട് വരുമ്പോൾ പതിനാലാമത്തെ ഓപ്ഷനായ തഗയ്യുറുൽ ഉൻവാൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എഹ്തർ ഫറ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏത് സ്ഥലത്തു നിന്നാണ് ഇത് മാറ്റേണ്ടത് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കും. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മളുടെ റൈസ് ജനബുസറയിലുള്ള ഫറ ഉണ്ട്, അതുപോലെ തന്നെ ജഹറയിലുള്ളതുണ്ട്, അഹമ്മദി, അതുപോലെ തന്നെ ബുർജ് തഹരീറിലുള്ളതുണ്ട്, അദേലിയ, ഹുക്കുമോൽ ഗർബ്, അബ്ദുൽ മുബാറക്ക്, ഫറ കൈഫാൻ, ഫറ ഷാമിയ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് ബ്രാഞ്ചാണോ വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇത്തരത്തിൽ ഡേറ്റും കാര്യങ്ങളൊക്കെ വരും. അതിങ്ങനെ മാറ്റി മാറ്റി നോക്കിയിട്ട് ഇവിടെ ഏതെങ്കിലും ഡേറ്റിൽ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ബുക്ക് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഇപ്പോൾ അത് കംപ്ലീറ്റ് ഫുള്ളാണ്, റെഡാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ബ്ലൂ കളറിലായിരിക്കും ഏതെങ്കിലും ദിവസങ്ങളിൽ ഒഴിവുണ്ടെങ്കിൽ വരിക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതേ അപ്പോയിൻമെൻറ്റ് മെറ്റാ പ്ലാറ്റ്ഫോമിലൂടെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ മെറ്റാ പോർട്ടൽ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്ന മെറ്റയുടെ പോർട്ടലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇവിടെ യൂസർ നെയിം പാസ്വേഡൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത് അടിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ആസ് എ ന്യൂ യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ ഓൾറെഡി ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് ഓപ്പണായി വന്നു കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് സെർച്ച് ചെയ്യുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ എന്ന് പറയുന്ന സിവിൽ ഐ ഡിയുടെ പാസിയുടെ ആ ഒരു എംബ്ലം വരുന്നവരെ സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഏറ്റവും അടിയിലായിട്ട് കിടക്കുന്നുണ്ട് നമ്മളുടെ ഈ ഒരു പാസിയുടെ എംബ്ലം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സർവീസസ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഒന്നാമത്തെ തന്നെ പേഴ്സൺ സർവീസ് എന്നാണ് പറയുന്നത്. അതിൽ സർവീസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് ഓഫ് അഡ്രസ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ അപ്ലൈ കൊടുക്കുക. ശേഷം ഇവിടെ നിങ്ങൾക്ക് ഏത് ബ്രാഞ്ചാണോ ഏത് ഭാഗത്തേക്കാണോ നിങ്ങൾ ഏറ്റവും എളുപ്പം എന്ന് വെച്ചാൽ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം അതിന് നേരെ കാണിക്കുന്ന അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ടൈമും ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡേറ്റ് മാറ്റി കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സമയം കണ്ടു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പാസിയിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടത്.